ഗരിമയും സമഞ്ജസമായി സമന്വയിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ സമാദരണീയരായ ട്രഷറർ സയ്യിദ് മുഹമ്മദ് ജുഫ്രി മുത്തുക്കോയത്തങ്ങൾ ഈ മഹാജനസഞ്ചയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ആദരപുരസ്സരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منه وما لم نعلم من شر ما خلق وبرأ وذرأ. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الدين عند الله الإسلام. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനാദരവുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷൻ ഉസ്താദ് AP മുഹമ്മദ് മുസ്ലിയാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന നേതാക്കന്മാർ, വേദിയിൽ ഉപവിഷ്ടരായ മറ്റുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഈ മഹത്താവുന്ന സദസ്സിൽ ഇവിടെ സംബന്ധിച്ച സമസ്തയുടെ അനുഭാവികൾ, അതിൻ്റെ പ്രവർത്തകർ, അതിൻ്റെ അനുയായികൾ, മറ്റ് ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനുകൾ, ബഹുമാനമുള്ളവരെ, ഒരു സുദീർഘമായ ഒരു ഭാഷണത്തിൻ്റെ വേദിയൊന്നുമല്ല. ഇവിടെ ഇനിയും ഒരുപാട് പ്രസംഗങ്ങൾ നടക്കാനുണ്ട്. ആദ്യമായി ഒരു കാര്യം പറയുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിൻ്റെ ഈ പോഷക സംഘടനകളൊക്കെ ഇങ്ങനെ അടിക്കടിക്ക് ഓരോരോ യോഗങ്ങൾ നടത്തുമ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും, എന്തിനാണ് ഇപ്പം ഇങ്ങനെ യോഗം നടത്തുന്നത്? അതിനൊരു ഉത്തരവുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടല്ലോ, ചില ഈ സിഹ്റ് ബാധ അല്ലെങ്കിൽ ശൈത്താൻ്റെ ബാധയൊക്കെ ഉണ്ടാവുമ്പോൾ അതിനൊരു ഒഴിഞ്ഞങ്ങൾ നടത്തലുണ്ട്. എന്നതുപോലെ 5 കൊല്ലം കഴിയുമ്പോൾ, 6 കൊല്ലം കഴിയുമ്പോൾ, 7 കൊല്ലം കഴിയുമ്പോൾ, 10 കൊല്ലം കഴിയുമ്പോൾ, അങ്ങനെ 60, 70, 75, 85 അങ്ങനെ ഓരോ കൊല്ലങ്ങളിലും ഒരു ശുദ്ധീകരണമാണ് ഇവിടെ നടത്തുന്നത്. കാരണം ഇവിടെ കണ്ടില്ലേ, മഹാന്മാരാവുന്ന ഈ കാണുന്ന ജനങ്ങൾ മുഴുവനും ഇവിടെ പങ്കെടുത്ത് ഇവിടെ മഹത്തുക്കളാവുന്നതായ ആലിമീങ്ങൾ ഇവിടെ നിന്ന് ദുആ ചെയ്തു. ഇവിടെ നിന്ന് നടത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മഹത്താവുന്ന സംഘടനക്ക് എന്തെങ്കിലും നിലക്കുള്ളതായ ഉപദ്രവം ഉണ്ടെങ്കിൽ ആ ഉപദ്രവത്തിനെ തടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ കൊല്ലങ്ങൾ 85-ാം വാർഷികം നമ്മൾ നടത്തി, 85 കഴിഞ്ഞ് 90 പിന്നെ നടത്തി, 5 കൊല്ലം പിന്നെ ഒഴിവുള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മുടെ SKSൻ്റെ സമ്മേളനം ഒന്ന് നടന്നു, SKSFൻ്റെ സമ്മേളനം ഒന്ന് നടന്നു. ഇതൊക്കെ നടത്തുമ്പോൾ പലർക്കും തോന്നുകയാണ്, ഇതൊക്കെ ഒരുപാട് ഒരു ദുർവിനയാണോ, ഇത്രമാത്രം എന്തിനു വേണ്ടിയാണ് വലിയ സംഖ്യകളൊക്കെ ചെലവഴിച്ച് ഇങ്ങനെ ഒരു സംഘടന ഇതിനു വേണ്ടി മുതിരുന്നതൊക്കെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം ഇത് മാത്രമാണ്. ഇത് മഹാന്മാരാവുന്നതായ മഹത്തുക്കളാവുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരും ഈ സദസ്സിൽ അണിനിരന്ന ഈ മഹത്തുക്കളാവുന്ന സാദാത്യങ്ങൾ പണ്ഡിതന്മാരും ഇവരുടെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടിട്ട് ഈ കൂടിയതായ മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയുള്ളതായ ഒരു ദുആ, അവർക്ക് വേണ്ടി ഖൈറിന് വേണ്ടിയുള്ളതായ ഒരു ദുആ, അവരെ ഇഹപര വിജയത്തിന് വേണ്ടിയുള്ളതായ ഒരു ദുആ, ഈ ദുആയും അതോടുകൂടി ഇവിടുന്ന് മഹാന്മാരാവുന്ന മഹത്തുക്കളാവുന്ന പണ്ഡിതന്മാർ അവരിൽ നിന്ന് കിട്ടുന്നതായ ഉപദേശം, ഇതിനൊക്കെ വേണ്ടിയാണ് ഇത്രയും വലിയൊരു ജനസമുദ്രം ഇവിടെ വന്ന് അവരെ മുന്നിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ പവിത്രമാവുന്ന ആശയങ്ങൾ, ആദർശങ്ങൾ അവതരിപ്പിച്ച് അവരെ ഒന്നും കൂടി അവർക്ക് എന്താക്കുക, അവരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലുള്ള വിശ്വാസവും അതിനോടുള്ളതായ ആ പ്രതിബദ്ധതയൊക്കെ ഒന്നും കൂടി പുതുക്കുക എന്നതുകൂടിയാണ് ഈ സമ്മേളനം കൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇതിൻ്റെ ശക്തിയും വലിപ്പമൊക്കെ അറിയാത്തത് കൊണ്ടല്ല, ഇതിൻ്റെ ശക്തിയും വലിപ്പമൊന്നും അറിഞ്ഞിട്ടില്ല. അറിയാത്തവെന്ന് പറഞ്ഞാൽ അവൻ മൗഢ്യെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാരണം അത്രമാത്രം ജനസമൂഹത്തെ സഞ്ചയത്തെ
ഇവിടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടൊരു സമ്മേളനം ഇവിടെ ഈ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റ് മത പാർട്ടികളാണെന്ന് അവകാശപ്പെടുന്ന ഏതെങ്കിലും ഒരു സംഘടനക്കോ ഇതുവരെ നടത്താൻ സാധിച്ചിട്ടില്ല. ഖിയാമത്ത് വരെ അവിടെ നടത്താൻ സാധിക്കില്ല. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഈ മഹത്തായ സംഘടനയിൽ നിന്ന് വിഘടിച്ചു പോയവരോട് അവർ വളരെ ആത്മാർത്ഥതയോട് കൂടിയുള്ള ഒരു അഭ്യർത്ഥന, നിങ്ങൾ ഈ മഹത്താവുന്ന സംഘടനയിലേക്ക് തിരിച്ചു വരിക. ഇതാണ് ഈ അവസരത്തിൽ അവരോട് പറയാനുള്ളത്. കാരണം ആശയം, സുന്നി ആശയം പാടെ നഷ്ടപ്പെട്ട ഒരു വിഭാഗമായി കൊണ്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ മഹാന്മാരാവുന്ന ഉസ്താദ് MT അബ്ദുൽ മുസ്ലിയാർ സൂചിപ്പിച്ചതുപോലെ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ ആ പാപ സുരക്ഷിതത്വം, അവർക്കുള്ളതായ ബഹുമതി, അവരെ മുഅ്ജിസത്തിനെ സംബന്ധിച്ചുള്ളതായ വിശ്വാസം, ആ മുഅ്ജിസത്ത് ഖിയാമത്ത് നാൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് ഒന്നും തന്നെ ഖിയാമത്ത് നാൾ വരെ മുറിഞ്ഞു പോകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള നേര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സർവ്വ മുഅ്ജിസത്തുകളും ഖിയാമത്ത് നാൾ വരെ മുറിഞ്ഞു പോകില്ല. ഇന്ന് വികലമാകുന്നതായ ആ ആശയ പ്രചരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുടിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുടി അതിന് പിന്നെ അത് കരിയോ അത് കരിയില്ലേ, അപ്പം അത് കരിയാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതിനൊക്കെ അവരുടെ വാദത്തിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനം ചെയ്യപ്പെടുന്നതായ ഹദീസുകളെയും മറ്റുള്ള അസറുകളൊക്കെ വ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒരു ജനവിഭാഗമായും കൊണ്ട് ഒരു പ്രസ്ഥാനമായും കൊണ്ട് അധപതിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് പറയുന്നത് അതിൽ അവശേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ വലിയൊരു സംഭവം ഇവിടെ നടക്കാൻ പോവുകയാണ്. 150 മഹല്ലുകളെ പ്രതിനിധാനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട നാസറുദ്ദീൻ ബാഫഖി തങ്ങൾ അവരെ ആ മഹല്ലുകൾ ഒന്നായിട്ട് ഈ മഹത്താവുന്നതായ ഈ വിശുദ്ധമായ സംഘടനയിലേക്ക് അവർ മടങ്ങി വന്നിരിക്കുകയാണ്. ആ പ്രഖ്യാപനം അവിടെ വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു വളരെ വിശുദ്ധമായ ഒരു സംഘടനയാണ്. ഇത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർക്കുള്ള ഇസ്മത്ത്, അവരുടെ പാപ സുരക്ഷിതത്വം അത് ഇവിടെ സ്ഥിരപ്പെടുത്തണം. അത് ഇവിടെ ഖിയാമത്ത് നാൾ വരെ ഈ വിശ്വാസം ജനങ്ങളിലൂടെ ഉണ്ടായേ തീരൂ. എന്നാലേ വിശുദ്ധമാവുന്നതായ ശരീഅത്ത് ഇവിടെ നിലനിൽക്കുള്ളൂ. ശരീഅത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ വിഷയങ്ങളിൽപ്പെട്ട ഒന്നാണ് മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ അമ്പിയാ, മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാ, അവർക്കുള്ള മുഅ്ജിസത്തുകൾ, കറാമത്തുകൾ, അവർക്ക് ലോകത്തുള്ളതായ എന്ത് വസ്തുക്കളെ സംബന്ധിച്ച് അറിയാനും കേൾക്കാനൊക്കെ കഴിയണവരാണെന്നുള്ള വിശ്വാസമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുള്ളത്. ഇതാണ് വിശുദ്ധമായ ശരീഅത്തിൻ്റെ വിശ്വാസം. എങ്ങനെ കേൾക്കണമെന്ന് ചോദിച്ചാൽ എപ്പോഴും കേൾക്കണമെന്നല്ല. ഒരു നബി എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നബി എന്ന് പറഞ്ഞാൽ ഏത് അമ്പിയാക്കന്മാരിൽ നബി ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്ത് കൊടുത്താൽ ആ നുബുവത്ത് കൊടുക്കലോട് കൂടി മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ളതായ സർവസ്വത്തിനേക്കാളും അല്ലാഹു ബഹുമാനിക്കുകയും ആദരിക്കുകയും ഉയർത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ നുബുവത്ത് കൊടുക്കപ്പെടലോടുകൂടി ലോകത്തുള്ളതായ എന്ത് ചെറുതും വലുതുമാവുന്ന ശബ്ദങ്ങൾ, എന്ത് വസ്തുക്കളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആവശ്യമുള്ള സമയത്ത് അത് കേൾക്കാനും കാണാനും കഴിയണ ഒരവസ്ഥയിലേക്ക് അവരെ ഉയർത്തപ്പെടുകയാണ്. അത് എങ്ങനെ കണ്ടു എന്നുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നത് പോലെ അല്ലാഹു കേൾക്കുന്നത് പോലെയല്ല. അല്ലാഹുവിൻ്റെ കേൾവിയും കാണലൊക്കെ അതിന് യാതൊരു നിലക്കുള്ള മാധ്യമങ്ങളിലേക്കും ആവശ്യമില്ല. നേരെ മറിച്ച് അല്ലാഹുവിൻ്റെ മഖ്ലൂഖാത്ത്, ആ മഖ്ലൂഖാത്തിൻ്റെ കാണലിനും കേൾക്കലിനുമൊക്കെ ഒരുപാട് മാധ്യമങ്ങളിലേക്ക് ചിലപ്പോൾ ആവശ്യമുണ്ടാവും. മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ മാധ്യമങ്ങൾ മുഖേന, അത് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഭൗതികമായ മാധ്യമങ്ങളല്ല, ശാസ്ത്ര സാങ്കേതിക മാധ്യമങ്ങളല്ല, ഇലാഹിയായ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ലോകത്തുള്ള എന്തും കാണാനും കേൾക്കാനും, എപ്പോഴൊന്നല്ല കാണാനും കേൾക്കാനും ഉദ്ദേശിക്കുന്ന സമയത്ത് കാണാനും കേൾക്കാനും അവർക്ക് കഴിയും. മഹാനാവുന്ന ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ജനങ്ങളോട് പറഞ്ഞു, ഇന്നി അഖ്ലുഖു ലക്കും മിനത്തീൻ കാഹിയത്തി ത്വയ്ർ, കളിമണ്ണിൽ നിന്നൊരു പക്ഷിയുടെ രൂപം പോലെയുള്ള ഒന്നിനെ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും, എന്നിട്ട് ഞാനതിൽ എന്താക്കും, മൂതും. അങ്ങനെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ സമ്മതത്തോടു കൂടി അത് എന്താവും, പറന്നു പോകും. ഇതിന് കഴിയുന്നവരാണ് മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാർ. ഇതിന് കഴിയുന്നവരാണ് മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ജനങ്ങളോട് പറഞ്ഞു, വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, നിങ്ങൾ എന്ത് ഭക്ഷിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം.
എന്തൊക്കെയാണ് അവിടെ സൂക്ഷിച്ചുള്ളത് വീട്ടിൽ, അത് ഞാൻ പറഞ്ഞുതരാമെന്ന്. എന്ന് പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും പറഞ്ഞു തരുന്ന പണിയല്ല എനിക്ക്. അത് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് അതിനുപയോഗിക്കുന്നതായ ഇലാഹിയായ മാധ്യമങ്ങൾ പലതാണ്. ആ മാധ്യമങ്ങൾ ഉപയോഗിച്ച് എനിക്ക് പറയാൻ കഴിയും എന്നതുപോലെ തന്നെയാണ് മഹാനാവുന്ന മഹദീസ് തങ്ങൾ പറഞ്ഞതും. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുവാൻ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോവർന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് ഒരു ഷെയ്ഖിന്, ഒരു യഥാർത്ഥ ഒരു ഷെയ്ഖാണെങ്കിൽ ആ ഷെയ്ഖിനിക്ക് കഴിയണ ഒരു പണിയാണത്. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖുക ഉവല്ലദീ അഖ്റജക മിൻ സിജ്നിൽ അവാന, തടിൻ്റെ ഇച്ഛയിൽ നിന്ന് നിനക്ക് മോചനം നൽകാൻ ഷെയ്ഖിനിക്ക് കഴിയണം. അതുമാത്രം പോരാ, വമാസാല യജ്ലു മിർആത ഖൽബിക അത്താ തതജല്ലാ ഫീഹി അൻവാർ റബ്ബിക, റബ്ബിന്റെ പ്രഭകൾ നിന്റെ ഹൃദയത്തിൽ ഇറങ്ങാൻ പറ്റണ നിലക്ക് നിന്റെ ഹൃദയത്തിനെ കടഞ്ഞ് വിശുദ്ധമാക്കാൻ ഷെയ്ഖിനിക്ക് കഴിയണം. മാത്രമല്ല ഷെയ്ഖുക ഉവല്ലദീ അൻഹവത് ഇലൈക ഇശാറത്തു, സർവ്വസമയത്തും ആ ഷെയ്ഖിന്റെ പ്രത്യേകമാവുന്നതായ നോട്ടവും അദ്ദേഹത്തിന്റെ ഇശാറത്തുകളൊക്കെ നിന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ നിന്നെ ഛർദിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ തിരുസന്നിധിയിലേക്ക് നിന്റെ കൈ പിടിച്ചു കൊണ്ടുപോയിട്ട് പഠിച്ച തമ്പുരാനെ ഇത് നിന്റെ അബ്ദാണെന്നും ഇത് റബ്ബാണെന്ന് നിന്നോടും പറയുന്നതായ ഒരവസ്ഥ നിന്നെ എത്തിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിക്കാൻ ഷെയ്ഖിനിക്ക് കഴിയണം. അവനാണ് ഷെയ്ഖ്. അപ്പൊ മഹാനാവുന്ന മഹദീസ് ഷെയ്ഖ് തങ്ങൾ അവർ പറഞ്ഞു, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുവാൻ നിങ്ങളെ കൽഭാഗം എന്നോവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് അത് എപ്പോഴും നോക്കിക്കാണുന്നല്ല, നോക്കിക്കാണേണ്ടതായ ഘട്ടങ്ങളിലൊക്കെ അത് നോക്കിക്കാണാനുള്ളതായ പ്രത്യേകമാവുന്ന അതിൻ്റെ ഇലാഹിയാവുന്ന മാധ്യമം എൻ്റെ കൈവശമുണ്ട്. ആ മാധ്യമങ്ങൾ പലതാണ്. ഞാൻ ആ മാധ്യമങ്ങൾ എന്താണെന്നുള്ളതിലേക്ക് ഈ അവസരത്തിൽ കടക്കല്ല. ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും. അത് അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ വലിയൊരു അത്ഭുതമൊന്നുമില്ല, ബേജാറാവാനുമില്ല. മനസ്സിലായി, മറിഞ്ഞ കാര്യം അറിഞ്ഞല്ലോ, അത് അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ. അള്ളാഹ്ക്ക് അറിയണ രൂപമൊന്ന് വേറെ, മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരറിയുന്ന രൂപം അത് മറ്റൊന്ന്. ഈ വിശുദ്ധമാവുന്നതായ അഖീദ ഇത് ഇവിടെ സ്ഥാപിക്കാനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നിലകൊള്ളുന്നത്. ഈ മുസ്ലിം ഉമ്മത്തിനെ വിശുദ്ധമായ ശരീഅത്തിന്റെ ആ പ്രത്യേകമായ ബൗണ്ടറിക്കുള്ളിൽ ഒതുക്കി നിർത്തി അവരെ കൈ പിടിച്ചും കൊണ്ടിട്ട് അവരെ എത്തിക്കേണ്ടതായ സ്ഥലത്തിലേക്ക് എത്തിക്കണം. ആ എത്തിക്കണ പണിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മഹാന്മാരാവുന്നതായ വിശുദ്ധാത്മാക്കളാവുന്ന ഇതിൻ്റെ നേതാക്കന്മാർ ഇവിടെ നിർവഹിച്ചതായ അവരുടെ ഏറ്റവും വലിയതായ ദൗത്യതായിരുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുൻഗാമികളാവുന്ന പല നേതാക്കന്മാർ അവർ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം. അവരിവിടെ ചെയ്ത ഏറ്റവും വലിയ ദൗത്യതാണ് മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസം. ആ വിശ്വാസത്തിൽ ഒരു നിലക്കുള്ളതായ കളങ്കും അതിൽ വരാൻ പാടില്ല. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മഹാന്മാരാവുന്ന സഹാബത്ത്, ആ സഹാബത്തിൽ നിന്ന് മഹാന്മാരാവുന്ന അവരെ ശിഷ്യന്മാർ മുഖേന എങ്ങനെ ഇവിടെ ഈ വിശുദ്ധമായ ശരീഅത്ത് ഇവിടെ എത്തിയിട്ടുണ്ടോ അതിൻ്റെ തനിമയോടുകൂടി ഒരു നിലക്കുള്ളതായ പോർവേൽക്കാതെ അതിനെ സംരക്ഷിക്കപ്പെടണം. ഇത് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവിടെ ഏറ്റെടുത്തുള്ളത്. ഈ ഉത്തരവാദിത്ത നിർവഹണത്തിന് വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ ഈ 90 വർഷത്തെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ 90 വർഷത്തെ ചരിത്രം അത് വളരെ വിശുദ്ധമായ ചരിത്രമാണ്. അതാണ് വിശുദ്ധിയുടെ 90 വർഷം. വിശുദ്ധിയുടെ 90 വർഷം എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ മഹാന്മാരാവുന്നതായ മഹത്തുക്കളാവുന്ന നേതാക്കന്മാർ, മുൻകഴിഞ്ഞതായ മറിഞ്ഞുപോയ വഫാത്തായി പോയ നമ്മുടെ മഹത്തുക്കളാവുന്ന നേതാക്കന്മാർ, അവരൊക്കെ ചരിത്രം പരിശോധിച്ച് നോക്ക്. അവരെ ഒരു കാലിൻ്റെ ഒരടി അങ്ങോട്ട് വെച്ചിട്ടില്ല. ഏത് നിലക്കല്ലാതെ എന്നറിയോ? ആ ഒരടി അങ്ങോട്ട് വെക്കുമ്പോൾ അതിൽ കൂടി എന്ത് വേണം? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ തൃപ്തിയിലാവണം. അത് ആഖിറത്തിലേക്കുള്ളതായ ഒരു ഇബാദത്താവണം. ഈ ഒരു അവസ്ഥയിലല്ലാതെ അവരൊരു കാലടി പോലും അവർ മുന്നിലേക്ക് വെച്ചിട്ടില്ല. അത്ര വിശുദ്ധന്മാരാവുന്ന നമുക്കറിയാം ബഹുമാനപ്പെട്ട കണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ഈ മഹത്തുക്കളൊക്കെ ജീവിത സ്വഭാവങ്ങൾ എങ്ങനെയായിരുന്നു കണിയത്ത് ഉസ്താദിനെ പറ്റി പറയലുണ്ട്. അവരൊരു വീട് കൂടാൻ വേണ്ടി മൂപ്പര് ചെന്ന് വിളിച്ച് മൂപ്പര് രാവിലെ അവിടെ വന്ന് ചെന്ന പാടന്നെ ആ വീട്ടുകാരനോട് ചോദിച്ചു, ഈ വീട്ടിലേക്ക് എത്ര പൈസ ആയിന്ന്. അപ്പം അതിന് വലിയ സംഖ്യ ആയി എന്ന് പറഞ്ഞപ്പോൾ കണിയത്ത് ഉസ്താദ് ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്നാണ് ഇത്ര വലിയ സംഖ്യ എന്ന്. അവൻ പറഞ്ഞു, ഞാൻ വിദേശത്താണ്. എത്ര കാലമായി വിദേശത്ത്? 10 കൊല്ലമായി. എത്രയാണ് എൻ്റെ ശമ്പളം എന്ന് വെച്ചു. ഇത്രയാണ്. എന്നാൽ എൻ്റെ ശമ്പളം ഒന്ന് കണക്കൂട്ടെന്ന് വെച്ചു. അങ്ങനെ കണക്കൂട്ടി 10 കൊല്ലത്തെ ശമ്പളം കണക്കൂട്ടി.
കണക്കൂട്ടി നോക്കുമ്പോൾ അതിനെ ഇന്ത്യൻ മണിയാക്കി അവൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് കിഴിക്കാൻ പറഞ്ഞു എന്ന് ഓരോ കൊല്ലത്ത് കൊടുത്തതും അത് കിഴിച്ച് ബാക്കി നോക്കുമ്പോൾ ഈ വീടുണ്ടാക്കാൻ ആ പൈസ പോരാ, ഇനി 4-5 ലക്ഷം വേണം. അപ്പോൾ ചോദിച്ചു ഈ ലക്ഷം എവിടുന്ന് എനിക്ക് കിട്ടിയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു ഒന്നും മിണ്ടണില്ല. അപ്പോൾ ചോദിച്ചു ഇജ്ജ് കട്ടീനാന്ന് ചോദിച്ചു. അവിടെ ഒരു കടയിലാണ് പണിയെന്ന് പറഞ്ഞു. അവിടുന്ന് ഇജ്ജ് കട്ടീനാന്ന് ചോദിച്ചു. അതല്ലെങ്കിൽ ഈ എന്താണ് ലോൺ എടുത്തുക്കണമെന്ന് ചോദിച്ചു. ഇവൻ രണ്ടിനും ഉത്തരം പറഞ്ഞില്ല. കണ്ണിത്ത് ഉസ്താദ് കയ്യിൽ കൊടുത്ത ആ ചാവി അങ്ങോട്ട് തിരിച്ചു കൊടുത്ത് എന്താ പറഞ്ഞതെന്നറിയോ? ഈ പോര കുടിയിരിക്കാൻ ഇത് തുറന്നു തരാൻ കണ്ണിയത്ത് അഹമ്മദിനെ കിട്ടൂലാന്ന്. മൂപ്പര് എന്നിട്ട് വേറൊരാളെ ജീപ്പ് കയറിക്കാണ്ടാണ് മൂപ്പര് വീട്ടിൽ പോയത്. അവൻ കൊണ്ടുവന്ന കാറിലൂടെ കയറി മൂപ്പര് വീട്ടിൽ പോയില്ല. ഇതാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ വിശുദ്ധി. എന്നാൽ ഇപ്പോൾ അങ്ങനെയാണോ? അതിന് അപവാദമായിട്ടല്ലേ നമ്മളോടൊക്കെ പോയി പെര കുടിയിരിക്കാൻ വിളിച്ചാൽ പെര എത്ര വലിപ്പമുണ്ട് എന്ന് ചോദിച്ചു. അത് എത്ര എന്ത് ജാതി പൈസ ആയാലും വേണ്ടില്ല, ചെറിയ പേരാണെങ്കിൽ അവിടുന്ന് കുട്ടികളാരെയും വിളിച്ചോ അല്ലെങ്കിൽ മൊല്ലാക്കാനെ വിളിച്ചോ എനിക്ക് ഇടയില്ല എന്ന് പറയും. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളെത്തിയില്ലേ? ഇതെല്ലാം നമ്മളെ മഹാന്മാരാകുന്ന നേതാക്കന്മാർ. ഇതാണ് വിശുദ്ധിയുടെ 90 വർഷം എന്ന് പറഞ്ഞത്. ഈ വിശുദ്ധിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാകുന്ന ഉസ്താദന്മാർക്കുള്ളത്. ഈ വിശുദ്ധി അവരുടെ മുൻഗാമികളാവുന്ന ഉസ്താദന്മാരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ വിശുദ്ധിയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയെ സംബന്ധിച്ച് പറയലുണ്ട് എല്ലാവരും. അവർ ഭൗതികമായ ഭയങ്കര ദുന്യാവിനോട് വലിയ ആഗ്രഹമുള്ളവരായിരുന്നു. വലിയ പണ്ഡിതനൊക്കെ തന്നെയാണ്, ദുന്യാവിനോട് ആഗ്രഹമുള്ളവരാ. അങ്ങനെ ഒരു ധാരണ മൂപ്പരെ പറ്റിയുണ്ട്. അതും തെറ്റാണ്. ഭൗതികമായ ദുന്യാവിനോട് ഒരാഗ്രഹവും മൂപ്പർക്കില്ല. മൂപ്പര് ഒരവസരത്തിൽ ഒരു വിദേശത്ത് ജോലി ചെയ്യണ ഒരുത്തൻ ഒരു സുഡ്കേസ് ഒന്നായിട്ട് മൂപ്പർക്ക് കൊണ്ടുപോയി കൊടുത്തു. ആ സുഡ്കേസ് അവൻ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവനോട് പറഞ്ഞു, എനിക്കെങ്ങനെയാടോ എനിക്കിതൊക്കെ ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലായി, അതുകൊണ്ട് ഈ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവനെ പറഞ്ഞു. അവൻ പോയതിൻ്റെ ശേഷം മൂപ്പരെ ഖാദിമിനോട് പറഞ്ഞു ആ പെട്ടി എടുത്ത ആൾ കട്ടിൻ്റെ അടിയിൽ ഇട്ടാളെന്ന്. അതവിടെ കട്ടിൻ്റെ അടിയിൽ വെച്ചു എന്നല്ലാതെ മൂപ്പര് 4-5 കൊല്ലത്തിന് അത് തുറന്നു നോക്കിയോട് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു മൂപ്പരോട് ഷെയ്ഖുനാനോട് എന്തിനെ കട്ടിൻ്റെ അടിക്ക് ഇടാൻ പറഞ്ഞു എന്ന്, വെക്കാൻ പറഞ്ഞു എന്ന് വെച്ചാളെന്ന് പറഞ്ഞാൽ പോരേന്ന്. അപ്പൊ മൂപ്പര് പറഞ്ഞൊരു മറുപടി ഉണ്ട്, മാലി വലി ദുഞ്ഞ മാഹനഫി ദുഞ്ഞ ഇല്ലാ കറാക്കിബിൻ ഇസ്തുവല്ല തഹ്ത ഷജറാൻ. ഞാനും റസൂൽ സഹാബത്തിനോട് പറഞ്ഞില്ലേ, നബി ഈത്തപ്പന മട്ടിലോട് ഉണ്ടാക്കിയ കട്ടിൽമൽ കിടന്നു, ശരീരത്തിൽ അതിന്റെ പാടുകളൊക്കെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് പറഞ്ഞു നല്ലൊരു മെത്ത ഞങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന്. നബി എന്താ പറഞ്ഞത്? മാലി വലി ദുഞ്ഞ മാ അനഫി ദുഞ്ഞ ഇല്ലാ കറാക്കിബിൻ ഇസ്തുവല്ല തഹ്ത ഷജറാൻ. ഞാനും ഈ ദുഞ്ഞാവേറ്റ് എന്തൊരു ബന്ധടോ, ഞാൻ ഒരു മരത്തിന് ചുവട്ടിൽ തണലിന് വേണ്ടി വന്ന ഒരു യാത്രക്കാരനെ പോലെയാണ്. ഇതാണ് ഷെയ്ഖുന പറഞ്ഞ മറുപടി. എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൻ കൊണ്ടുവന്നപ്പോൾ അവനെ നന്നാക്കാൻ വേണ്ടി കുറേ പറഞ്ഞു എന്നല്ലാതെ എനിക്കത് വേണ്ടാന്ന്. ഇതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുൽ ഉലമയൊക്കെ. നമ്മളെടുത്തൊക്കെ കൊടുന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മളെന്താ ചെയ്യൽ? ചൂടുള്ള ചായ ഓന് കൊടുത്താൽ തന്നെ വേഗം ആറ്റി കൊടുക്കും. ആറ്റി കുടിച്ചിട്ട് ഈ വേഗം പോയിക്കോ, ഇവിടുന്ന് വണ്ടി കിട്ടൂല, അതുകൊണ്ട് വേഗം പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ എന്നെ വണ്ടി കിട്ടുന്നിടത്തേക്ക് വിട്ടുതരാമെന്ന് പറയും. കാരണം പെട്ടി തുറക്കാൻ വേണ്ടിയിട്ട്. ഇത്ര ജിജ്ഞാസാണ് ഈ കാലം നമുക്കൊക്കെ. എന്നിട്ടാ ശംസുൽ ഉലമക്ക് ദുഞ്ഞാവിനോട് മഹബത്ത് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ മഹാന്മാർ നയിച്ച ഒരു വിശുദ്ധമായ പ്രസ്ഥാനമാണ് ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അത് തന്നെയാണ് നമ്മളെ പ്രമേയത്തിൻ്റെ പ്രസക്തിയും. വിശുദ്ധിയുടെ 90 വർഷം എന്ന് പറഞ്ഞത്. ആ വിശുദ്ധിയുടെ 90 വർഷം ഖിയാമത്ത് വരെ ഈ സമസ്തനെ ഇവിടെ നയിക്കുന്ന ആളുകൾക്ക് ആ വിശുദ്ധി ഉണ്ടായും കൊണ്ടേയിരിക്കും. ആ വിശുദ്ധിയുടെ ഈ 90 വർഷമല്ല, ഖിയാമത്ത് വരെയുള്ള വർഷങ്ങളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഖിയാമത്ത് വരെ ഇവിടെ നിലനിൽക്കുകയും ചെയ്യും. അന്നൊക്കെ ഇതിനിക്ക് വിശുദ്ധി തന്നെയാണ് ഈ കാലം. ഈ വിശുദ്ധിയുടെ 90 വർഷമല്ല, ഇത് എന്നിവിടെ നിലനിൽക്കുന്നുണ്ടോ ആ കാലത്തൊക്കെ ഇത് പൂർണ്ണമായ വിശുദ്ധിയോടുകൂടി മാത്രമേ ഈ സംഘടന നിലനിൽക്കുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഭൗതികമായ ഒരു താല്പര്യമില്ലാതെ സ്ഥാപിക്കപ്പെട്ട വിശുദ്ധമായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ എല്ലാവരും അണിനിരക്കുക, ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരാവുക, ഈ പ്രസ്ഥാനത്തിൻ്റെ അനുയായികളാവുക. ഇതിൻ്റെ ഓരോ സംരംഭങ്ങളും വിജയിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുക എന്ന് ഇവിടെ കൂടിയ എല്ലാവരോടും ഉണർത്തിക്കൊണ്ടിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ വിഖായൻ്റെയും തൊലബൻ്റെയും ഒക്കെ കുട്ടികൾക്കുള്ളതായ ഈ സേവനം അത് വളരെ അധികം മഹത്താവുന്നതായ സേവനമാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിനാണ് അവരെ നേതാവ് ബഹുമാനപ്പെട്ട റഷീദ് ഫൈദിക്ക് ഒരു ഉപഹാരം ഇവിടെ സമർപ്പിക്കപ്പെട്ടുള്ളതും ആ സേവനത്തിന് മുൻനിർത്തിക്കൊണ്ടിട്ടാണ്. അതുകൊണ്ട് ഈ സേവനങ്ങളൊക്കെ എന്നും നിലനിൽക്കണം. നിങ്ങളൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശക്തന്മാരായ പ്രവർത്തകരാവണമെന്ന് എല്ലാവരോടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.